സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കൂടുതൽ ശക്തിയാർജിച്ചതോടെ ഇറാന് നേരെ സൈനിക നടപടിക്കൊരുങ്ങി അമേരിക്ക. എല്ലാ സാധ്യതകളും പരിഗണനയിലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഏത് സാഹചര്യം നേരിടാനും ഒരുങ്ങിയിരിക്കാൻ ഇറാൻ സുരക്ഷാ സേനകൾക്ക് നിർദ്ദേശം. ടെഹ്റാനിൽ ലക്ഷങ്ങളെ അണിനിരത്തി സർക്കാർ അനുകൂല റാലി സംഘടിപ്പിച്ചു. ആക്രമിച്ചാൽ ഗൾഫിലെ യുഎസ് താവളങ്ങൾക്കും കപ്പലുകൾക്കും നേരെ തിരിച്ചടിക്കുമെന്ന് ആവർത്തിച്ച് ഇറാൻ രംഗത്ത്. ആണവ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറെങ്കിൽ അക്കാര്യം പരിഗണിക്കുമെന്ന് ട്രംപിനോട് ഇറാൻ വിദേശകാര്യമന്ത്രി. സജ്ജമായിരിക്കാൻ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകി ഇസ്രായേൽ ആരോഗ്യ മന്ത്രാലയം. സംയമനം പാലിക്കണമെന്ന് ഇറാനോട് യുഎൻ സെക്രട്ടറി ജനറലും. കൊല്ലപ്പെട്ട സുരക്ഷാ സേനാംഗങ്ങളുടെയും മറ്റും വിയോഗം മുൻനിർത്തി ഇറാനിൽ 3 ദിവസത്തെ ദുഃഖാചരണം. വിവരങ്ങളുമായി MC നാസർ ചേരുന്നു. നാസർ, പ്രക്ഷോഭം തുടരുകയാണ്. 500 കടന്നിരിക്കുന്നു മരണസംഖ്യ എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. എന്തൊക്കെയാണ് ഇറാനിൽ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ? ഒപ്പം അമേരിക്ക എന്തിന് തയ്യാറെടുക്കുന്നു? തന്നെ മിക്ക പ്രവിശ്യകളിലും വലിയ തോതിൽ തന്നെ പ്രക്ഷോഭം ഇന്നും തുടർന്നു. കാരണം ഇന്നിപ്പോൾ 3ാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്ന പ്രക്ഷോഭത്തെ പിന്തിരിപ്പിക്കാൻ നൽകിയ പ്രക്ഷോഭകാരികൾ അതിൽ നിന്ന് പിൻവലിപ്പിക്കാനുള്ള നീക്കങ്ങൾ വിജയിച്ചിട്ടില്ല. അതിശക്തമായി തന്നെ പ്രക്ഷോഭം മുന്നോട്ട് പോകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇറാനിൽ നിന്ന് ഏറ്റവും അവസാനം വരുന്നത്. ടെഹ്റാന് പുറത്തുള്ള 2 പ്രവിശ്യകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാൻ തീരുമാനിച്ചതായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെയാണ് ടെഹ്റാനിൽ ലക്ഷങ്ങളെ അണിനിരത്തി കൊണ്ട് സർക്കാർ അനുകൂല പ്രകടനവും ഇന്ന് നടക്കുകയുണ്ടായി. കാരണം ഒരു ആഭ്യന്തര സംഘർഷത്തിലേക്ക് രാജ്യം നീങ്ങുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചന കൂടിയാണിത്. കാരണം പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും ഈ പ്രക്ഷോഭകാരികളുടെ മാത്രം നിയന്ത്രണത്തിലായിരുന്നു ടെഹ്റാനിലെയും മറ്റും തെരുവുകൾ. എന്നാൽ ഇന്നിപ്പോൾ സ്ഥിതി മാറിയിരിക്കുകയാണ്. സർക്കാർ അനുകൂല പ്രകടനങ്ങളും പല പ്രവിശ്യകളിലും നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഇന്ന് പുറത്തു വരുന്നുണ്ട്. ടെഹ്റാനിൽ നടന്ന ലക്ഷങ്ങൾ അണിനിരന്ന ഈ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം വ്യക്തമാക്കിയ ചില കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നടക്കുന്ന ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ കൃത്യമായി തന്നെ വിദേശ താല്പര്യങ്ങളും വിദേശ ഘടകങ്ങളുമാണ് ഉള്ളത്. അതിൽ ഇസ്രായേലും അമേരിക്കയും അയച്ചിരിക്കുന്ന വിധ്വംസക സംഘങ്ങളാണ് ഈ പ്രക്ഷോഭത്തെ ഈ സ്വഭാവത്തിൽ അക്രമാസക്തമാക്കി മാറ്റിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിരവധി സുരക്ഷാ പോരാളികൾക്ക് ജീവൻ തന്നെ ബലിയർപ്പിക്കേണ്ടി വന്നത്. പക്ഷേ ഇതിൻ്റെ മുമ്പിൽ ഇസ്ലാമിക ഗവൺമെൻറ് മുട്ടുമടക്കുന്ന ഒരു പ്രശ്നം പോലും ഉദിക്കുന്നില്ല. പിന്നിട്ട് 47 വർഷമായിട്ട് ഇറാനിൽ പിന്നെ ഏറ്റവും ശക്തമായിട്ട് വേരോട്ടമുള്ള ആ ജനകീയ സർക്കാർ ആ സ്വഭാവത്തിൽ തന്നെ മുന്നോട്ട് പോകും. അതിൽ അമേരിക്കയും ഇസ്രായേലും നൽകിക്കൊണ്ടിരിക്കുന്ന അവരുടെ താല്പര്യങ്ങളെ ഇറാൻ ജനത പൂർണ്ണമായി തന്നെ തിരസ്കരിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് നൽകിയിരിക്കുന്നത്. അതേസമയം പ്രക്ഷോഭകാരികൾ, പ്രത്യേകിച്ച് ഈ ജൻസി തലമുറയിൽപ്പെട്ട കുട്ടികളെയും മറ്റും ഈ പ്രകടനത്തിലേക്ക് അയക്കുന്നതിൽ നിന്ന് രക്ഷിതാക്കൾ പിൻവാങ്ങണം, അവരെ പെട്ടെന്ന് തന്നെ തെരുവിൽ നിന്ന് പിൻവലിക്കണം എന്ന സന്ദേശം രക്ഷിതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. കൂടുതൽ ശക്തമായിട്ടുള്ള ഈ പ്രക്ഷോഭകാരികളെ അമർച്ച ചെയ്യാനുള്ള സൈനിക നടപടികൾ ഉണ്ടാകുമെന്ന കൃത്യമായിട്ടുള്ള സൂചന കൂടിയാണ് സൈനിക നേതൃത്വം നൽകുന്നത്. അതേസമയം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഈ പ്രക്ഷോഭകാരികൾക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് ഇന്ന് വന്നത്. ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാവിലെ വ്യക്തമാക്കിയിരിക്കുന്നത് എല്ലാ ഓപ്ഷനും ഇപ്പോൾ തങ്ങളുടെ കൈവശമുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും അവസാനമായിട്ട് US സ്റ്റേറ്റ് വകുപ്പിൻ്റെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് സൈനികമായിട്ടുള്ള നടപടിക്ക് കാര്യങ്ങൾ കുറെ കൂടി മുന്നോട്ട് പോയിരിക്കുന്നു എന്നാണ്. പക്ഷേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ചിത്രം ഇനിയും പുറത്തു വിട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ അല്പം മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു നടത്തിയിരിക്കുന്ന പ്രതികരണത്തിൽ ഇപ്പോൾ ഇറാൻ ജനത നടത്തിയിരിക്കുന്ന ഈ പ്രക്ഷോഭത്തിന് ആ ജനതയ്ക്ക് താൻ പൂർണ്ണ പിന്തുണ അർപ്പിക്കുകയാണ്. ഏതൊക്കെ രീതിയിൽ അവരെ സഹായിക്കാൻ പറ്റുമോ തൻ്റെ രാജ്യം അത് ചെയ്യും എന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അതേസമയം റഷ്യയും തുർക്കിയും ഈ വിദേശമായിട്ടുള്ളൊരു ഇടപെടൽ ഇറാനിൽ ഉണ്ടാവുന്നത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് മേഖലയെ കൂടുതൽ അരക്ഷിതമാക്കുമെന്ന പ്രതികരണം കൂടിയാണ് റഷ്യയും തുർക്കിയും ഇപ്പോൾ ഏറ്റവും അവസാനം നൽകിയിരിക്കുന്നത്. ധന്യ. MCA ഇന്റർനെറ്റ് വിച്ഛേദിക്കൽ ഉൾപ്പെടെ നടത്തിക്കൊണ്ട്, അതായത് എങ്ങനെ ഏതൊക്കെ വഴിയിൽ ഈ പ്രക്ഷോഭം കുറയ്ക്കാൻ ഇല്ലെങ്കിൽ അതൊന്ന് തണുപ്പിക്കാൻ ശ്രമിക്കാൻ സാധിക്കുമോ ആ വഴികളെല്ലാം നോക്കി എന്ന് മനസ്സിലാക്കുന്നു. അതിനപ്പുറത്തേക്ക് വിദേശകാര്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഇറാനിൽ പ്രതികരണവും നടത്തിയിരുന്നു. അപ്പം എങ്ങനെ ഇത് കുറഞ്ഞു ഇല്ലെങ്കിൽ പ്രതിഷേധം അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന്റെ തെളിവുകളൊന്നും നൽകാനും സാധിച്ചിട്ടില്ല അവർക്ക്. അവിടെ ഇപ്പോഴും പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുന്നു, ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പം കമ്മ്യൂണിക്കേഷൻ വലിയ പ്രശ്നമായി വരുന്നുണ്ട്. എങ്ങനെ കാര്യങ്ങൾ പുറത്തേക്ക് എത്തുന്നു, ഒപ്പം തന്നെ അവിടെ എങ്ങനെയാണ് ഭരണാധികാരികളെ സംബന്ധിച്ച് ഇതിൽ ഒരു ചർച്ചയിലേക്കോ ഇല്ലെങ്കിൽ മറ്റൊരു മധ്യസ്ഥ ശ്രമത്തിലേക്കോ ഒക്കെ കടക്കാനുള്ള സാഹചര്യം, ഇവരെ എങ്ങനെ തണുപ്പിക്കാം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്.
US-ന്റെ ഉദ്ദേശം കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് ആളുകളെ അത് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. തന്നെ ഇന്റർനെറ്റ് പിന്നിട്ട് കുറച്ച് ദിവസങ്ങളായി തടസ്സപ്പെട്ട് തന്നെ നിൽക്കുകയാണ്. ഇന്റർനെറ്റ് മാത്രമല്ല, ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനവും ഏറെക്കുറെ പൂർണ്ണമായി തന്നെ മരവിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത്. ഇത് മുൻനിർത്തിക്കൊണ്ടാണ് സ്റ്റാർലിങ്ക് ഉൾപ്പെടെയുള്ള ബദൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ഉറപ്പുവരുത്താനുള്ള നീക്കം നടത്തുമെന്ന് ഇന്ന് രാവിലെയും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി ആയിരിക്കണം ഈ വിധ്വംസക സംഘങ്ങൾക്ക് ഈ പ്രക്ഷോഭത്തെ കൂടുതൽ അക്രമാസക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായിട്ട് ഇന്റർനെറ്റ് സംവിധാനം തങ്ങൾ വിച്ഛേദിച്ചിരിക്കുന്നത്. അത് പിന്നെ ഒരു ഇറാന്റെ ഒരു ആഭ്യന്തര സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു നടപടി എന്ന നിലയ്ക്ക് മാത്രമാണ് തങ്ങൾ അത്തരമൊരു കാര്യങ്ങളിലേക്ക് പിന്നെ അത്തരമൊരു തീരുമാനം കൈക്കൊണ്ടതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി വ്യക്തമാക്കുകയുണ്ടായി. അതുമാത്രമല്ല, വളരെ പൊടുന്നനെ തന്നെ ഇന്റർനെറ്റ് പുനഃസംവിധാനിക്കുമെന്നുകൂടി മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആണെങ്കിൽ പോലും ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിലക്കയറ്റം ഉൾപ്പെടെയുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ജീവൽ പ്രതിസന്ധികളാണ് കഴിഞ്ഞ മാസം 28 ഇത്തരമൊരു പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങാൻ ആദ്യം വണിക്കുകളെയും വാണിജ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും തുടർന്ന് ഇത് എല്ലാ വിഭാഗം ജനങ്ങളും, സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഒക്കെ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. 31 പ്രവിശ്യകളിൽ 28 പ്രവിശ്യകളിലും ഇപ്പോൾ ഇന്നും അതിശക്തമായി തന്നെ ഈ പ്രക്ഷോഭം മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ നിരവധി പേർ ഈ അക്രമ സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ട് ഇറാൻ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്നലെ ഇറാന്റെ ഫാർസ് ന്യൂസ് ഏജൻസി നൽകിയ റിപ്പോർട്ടുകൾ പ്രകാരം 109 സുരക്ഷാ പാലകരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ 3 ദിവസത്തേക്ക് അവർക്ക് വേണ്ടി പ്രത്യേക ദുഃഖാചരണത്തിനും ഇറാൻ ഭരണകൂടം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആ ദുഃഖാചരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തായാലും ഇത്തരമൊരു ഈ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പ്രേരണയും അവരുടെ പരസ്യമായിട്ടുള്ള പിന്തുണയും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ നീക്കങ്ങൾ ഈ മേഖലയിലെ അമേരിക്കയുടെ സൈനിക നീക്കങ്ങളും ഇറാൻ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. പക്ഷേ ഏത് നിരക്കുള്ളൊരു ആക്രമണം ഉണ്ടായാലും അതിൻ്റെ തിരിച്ചടി വളരെ മാരകമായി തന്നെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഇന്നും ഇറാൻ നേതൃത്വം നൽകിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷമാണ് ഖത്തറിലെ അമേരിക്കൻ താവളത്തിന് നേരെ ആക്രമണം നടന്നത്. അതോടുകൂടിയാണ് 12 ദിവസത്തെ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം അവസാനിച്ചിരിക്കുന്നത്. അതേ തിരിച്ചടി തന്നെയായിരിക്കും ഇനിയും ഉണ്ടാവുക എന്നാണ് ഇന്ന് വിവിധ ഇറാൻ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം എത്രത്തോളം ജാഗ്രതയോടെ ഇരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. US ഇറാനിൽ ആക്രമിച്ചാൽ ഇറാൻ തിരിച്ചടി ഇസ്രായേലിൽ കൊടുക്കും എന്നുള്ളത് കൊണ്ട് എത്രത്തോളം ജാഗ്രതയോടെ ഇസ്രായേൽ ഇരിക്കുന്നു? ഇറാനിലെ പ്രക്ഷോഭം രൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 500-ലേറെ പേര് അവിടെ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ്. എല്ലാ രീതിയിലും ജാഗ്രത പാലിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ച് എല്ലാം പരിഗണനയിലുണ്ടെന്ന് അറിയിക്കുന്നു. ഒരുങ്ങിയിരിക്കാനാണ് ഇറാനും നിർദ്ദേശിച്ചിരിക്കുന്നത്. MC വീണ്ടും ചേരുന്നുണ്ട്. MCയെ നേരത്തെ ചോദിച്ചത്, അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തുകയാണെങ്കിൽ ഇസ്രായേൽ കൂടി ഒരുങ്ങിയിരിക്കുന്നു, അതായത് തിരിച്ചടി ഇസ്രായേലിലായിരിക്കും എന്നുള്ളതുകൊണ്ട് എത്രത്തോളം ജാഗ്രതയിലാണ് ഇസ്രായേൽ ഇരിക്കുന്നത്? തന്നെ ഇന്നിപ്പോൾ ആരോഗ്യ മന്ത്രാലയം ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള സർക്കുലർ എല്ലാ ആശുപത്രികൾക്കും പുറപ്പെടുവിച്ചതായിട്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആരോഗ്യ മന്ത്രാലയം നൽകിയിരിക്കുന്ന സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ എല്ലാ സന്നാഹങ്ങളും ഒരുക്കണമെന്നാണ് വിവിധ ആശുപത്രികൾക്കും ക്ലിനിക്കുകൾക്കുമൊക്കെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഭൂഗർഭ കേന്ദ്രങ്ങളിൽ, ഭൂഗർഭ അറകളിൽ പ്രത്യേകമായിട്ടുള്ള ആശുപത്രി സംവിധാനം ഒരുക്കണമെന്ന് കൂടി ഇസ്രായേൽ നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ഇറാന് നേരെ ഒരു അമേരിക്കയുടെ ഒരു ആക്രമണം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രത്യാഘാതം ആദ്യമായിട്ട് ഉണ്ടാവുക ഇസ്രായേലിന് നേർക്കായിരിക്കുമെന്ന മുന്നറിയിപ്പ് ഇന്നലെ തന്നെ ഇറാൻ നേതൃത്വം നൽകിയിട്ടുണ്ട്. അത്തരമൊരു കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ്, കാരണം ഏത് സമയവും അത്തരമൊരു ആക്രമണം ഉണ്ടാകുമെന്നൊരു വിലയിരുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം ഇസ്രായേലിലെ ആരോഗ്യ മന്ത്രാലയം ഇത്തരമൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതേസമയം വിമാന സർവീസുകളെയും മറ്റും പ്രതിസന്ധി കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ അല്പം മുമ്പ്
പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവനയിൽ ഇറാൻ അറിയിച്ചിരിക്കുന്നത് ആഭ്യന്തര വിമാന സർവീസുകളൊക്കെയും സാധാരണ പോലെ തന്നെ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ വരും ദിവസങ്ങൾ വളരെ നിർണായകമായിരിക്കും. പ്രധാനമായും നാളെ വൈകിട്ട് അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ വിഭാഗം യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന്റെ തീരുമാനത്തിന് കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഏത് സ്വഭാവത്തിലുള്ള ഒരു ആക്രമണമായിരിക്കും ഇറാന് നേരെ നടത്തുക എന്ന കാര്യത്തിൽ കുറെ കൂടി വ്യക്തമായിട്ടുള്ള ചിത്രം ലഭിക്കാൻ പോകുന്നത്. ശരി, MC, നമുക്ക് ഗസയിലേക്ക് കൂടി പോകണം. വെടിനിർത്തൽ ലംഘിച്ച് ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനുൾപ്പെടെ 3 പേരാണ് കൊല്ലപ്പെട്ടത്. ഖാൻ യൂനിസിന് നേർക്ക് നടന്ന ഡ്രോൺ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഖാൻ യൂനിസിലെ ആഭ്യന്തര മന്ത്രാലയത്തിലെ പോലീസ് മേധാവി ലഫ്റ്റനന്റ് കേണൽ മഹ്മൂദ് അൽ അസ്തലാണ് മരിച്ചിരിക്കുന്നത്. ഒക്ടോബർ 10 നിലവിൽ വന്ന വെടിനിർത്തൽ ലംഘിച്ച് ഇതിനകം 440 പലസ്തീനികളെയാണ് ഇസ്രായേൽ കൊന്നുതള്ളിയത്. അതിനിടെ രണ്ടാംഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഹമാസ് അംഗം അടുത്തയാഴ്ച കൈറോയിൽ എത്തും. ഗസയുടെ ഭരണം സ്വതന്ത്ര സമിതിക്ക് കൈമാറുന്നത് സംബന്ധിച്ച് ധാരണ രൂപപ്പെടുത്താനാണ് കെയ്റോയിൽ ചർച്ച നടക്കുകയെന്ന് വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഇടക്കാല സാങ്കേതിക ഭരണസമിതി അംഗങ്ങളുടെ കാര്യത്തിൽ വ്യക്തത വന്നെങ്കിൽ മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ എന്നാണ് മധ്യസ്ഥ രാജ്യങ്ങളുടെ നിലപാട്. MCA, ചർച്ചയിലേക്ക് നമുക്ക് വരാം. ഇന്നത്തെ ഗസയിലെ അവസ്ഥ, 3 പേർ ഇന്നും കൊല്ലപ്പെടുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇത്ര ദിവസമായിട്ടും ഈ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ? ഒക്ടോബർ 10 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. അമേരിക്ക മുൻകൈയെടുത്തുകൊണ്ട് മധ്യസ്ഥ രാജ്യങ്ങൾ കൂടി വളരെ ശക്തമായിട്ടുള്ള ഒരു പങ്കാളിത്തം വഹിച്ചുകൊണ്ടാണ് ദീർഘകാലമായിട്ട് നിലനിന്ന 2 കൊല്ലത്തിലധികം നിലനിന്ന ആ യുദ്ധത്തിന് ഒരു പരിസമാപ്തി ഉണ്ടായത്. പക്ഷേ ഈ 3 മാസത്തിലധികം നീണ്ട ഈ വെടിനിർത്തലിന്റെ വേളയിൽ എന്ത് സംഭവിച്ചു എന്ന കാര്യം ലോകത്തിന് കൃത്യമായിട്ട് തന്നെ ബോധ്യപ്പെട്ടതാണ്. ഏതാണ്ട് 1000-ലധികം തവണയാണ് ഈ വെടിനിർത്തൽ പരസ്യമായിട്ട് ലംഘിക്കാനും അങ്ങനെ പിന്നെ പലസ്തീനികളെ കുരുതിക്കിടയാക്കാനും ഇസ്രായേൽ നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരുന്നത്. തുടക്കത്തിൽ അത് ഗസ സിറ്റിയിൽ മാത്രം പരിമിതപ്പെട്ടിരുന്നു. പിന്നീട് ഗസയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ആ വെടിനിർത്തൽ ലംഘനം നടക്കുകയും അതിന്റെ ഭാഗമായിട്ട് 440 പേരാണ്, അതിൽ തന്നെ ഏതാണ്ട് 40-ലധികം കുട്ടികൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. ആ ആക്രമണം സ്ഥിരമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്തരം ആക്രമണങ്ങളൊക്കെ നടക്കുമ്പോൾ ഇസ്രായേൽ സൈനികവും ഇസ്രായേൽ രാഷ്ട്രീയ നേതൃത്വവും വ്യക്തമാക്കുന്നത് യെല്ലോ ലൈൻ മറികടക്കാൻ ഹമാസ് പോരാളികളും മറ്റും ശ്രമിച്ചതാണ് ഇത്തരമൊരു നീക്കം നടത്താൻ തങ്ങളെ പ്രേരിപ്പിച്ചത് എന്നാണ്. പക്ഷേ ഇത്തരം അടിസ്ഥാനരഹിതമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ ഗസയിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ആക്രമണം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ ഖാൻ യൂനിസിലെ പോലീസ് മേധാവിയാണ് ഡ്രോൺ ആക്രമണത്തിലൂടെ വകവരുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു 2 പലസ്തീനികളെയും പിന്നെ പലസ്തീനികൾ കൂടി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യവും രൂപപ്പെട്ടു. നിരവധി പലസ്തീനികൾക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ ഗസയിലേക്ക് സഹായ വസ്തുക്കളും മറ്റും വിലക്കുന്ന നടപടി അതിശക്തമായി തന്നെ തുടരുകയാണ്. കാരണം ലക്ഷക്കണക്കിന് മനുഷ്യർ ഇപ്പോൾ താൽക്കാലിക ടെന്റുകൾ പോലും ഇല്ലാതെ കഴിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവിടേക്ക് ടെന്റുകളും ഭക്ഷ്യ വസ്തുക്കളും ഇന്ധനവും എത്തിക്കണമെന്ന ലോകത്തിന് ഒരുമിച്ചുള്ള ഒരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു. ആ അഭ്യർത്ഥന പോലും പൂർണ്ണമായിട്ടും ഇസ്രായേൽ നേതൃത്വം നിരാകരിച്ചിരിക്കുകയാണ്. അത്തരമൊരു ഗതികെട്ട ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഈ വെടിനിർത്തൽ കാലയളവിലും ഫലസ്തീൻ ജനത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ധന്യ. ഒപ്പം കൈറോയിലെ ചർച്ചയിലേക്ക് എത്രത്തോളം ആശങ്ക, അതായത് സ്വാഭാവികമായിട്ടും ഈ വെടിനിർത്തൽ ഇപ്പോഴും തുടരുമ്പോഴും ഈ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലുള്ള ഒരു ആശങ്ക അത് ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്? ഒപ്പം തന്നെ ഇടക്കാല സാങ്കേതിക ഭരണസമിതി അംഗങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യക്തത അതുണ്ടായിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് വ്യക്തതയുണ്ടെങ്കിൽ മാത്രമേ ചർച്ച മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണല്ലോ മധ്യസ്ഥ രാജ്യങ്ങളുടെ നിലപാട്. തന്നെ തീർച്ചയായിട്ടും അനൗപചാരികമായ സ്വഭാവത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പിന്നിട്ട ദിവസങ്ങളിലൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രതികൂലമായിട്ടുള്ള അവസ്ഥകളുണ്ട്. ഒരു ഭാഗത്ത് നിരന്തരമായിട്ടുള്ള വെടിനിർത്തൽ ഇസ്രായേൽ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ചർച്ചകൾക്ക് പോലും പ്രസക്തിയില്ല എന്ന നിലപാട് ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്കുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഈ സമാധാന പദ്ധതിയെ പിന്നെ അതിനെ അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തുർക്കിയും ഈജിപ്തും ഖത്തറും ഉൾപ്പെടുന്ന ഈ 3 മധ്യസ്ഥ രാജ്യങ്ങളും താല്പര്യപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ നേതൃത്വവുമായി നിരന്തരമായിട്ട് അവർ ആശയവിനിമയം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടാം ഘട്ട വെടിനിർത്തലിന്റെ ഏറ്റവും ആദ്യ പടി എന്ന നിലയ്ക്കാണ് ഒരു ഇടക്കാല ഭരണ സംവിധാനം ഗസയിൽ വരേണ്ടത്. കാരണം അധികാരം കൈമാറാൻ തങ്ങൾ ഒരുക്കമാണെന്ന് ഹമാസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അങ്ങനെ ഗസയുടെ അധികാരം ഒരു സ്വതന്ത്ര ഫലസ്തീൻ സമിതിക്ക് നൽകണമെന്ന നിർദ്ദേശമായിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ചിരുന്നത്. നേരത്തെ ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ളവരെ ഇത്തരമൊരു സമിതിയുടെ തലപ്പത്ത് കൊണ്ടുവരാൻ അമേരിക്ക നീക്കം നടത്തിയിരുന്നു. പക്ഷെ അതിലൊക്കെ ഹമാസ് വലിയ എതിർപ്പ് അറിയിച്ചിരുന്നു. ആ എതിർപ്പിൽ ഇല്ലെങ്കിൽ ആ നിലപാടിൽ ഹമാസിന്റെ ഭാഗത്തു നിന്നും മാറ്റങ്ങളുണ്ടോ?
ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ ഈ 15 പേര് ഉൾപ്പെടുന്ന ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടുന്ന ഒരു സമിതി ആയിരിക്കും ഇടക്കാല ഭരണസമിതിയുടെ ഭാഗമായിട്ട് നിലവിൽ വരികയെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം മധ്യസ്ഥ രാജ്യങ്ങൾ ഇനിയും നൽകിയിട്ടില്ല. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ ആഴ്ച കെയ്റോയിൽ യോഗം വിളിച്ചിരിക്കുന്നത്. ഹമാസ് മാത്രമല്ല, മറ്റ് ഫലസ്തീൻ വിഭാഗങ്ങളും, ഇസ്ലാമിക് ജിഹാദുണ്ട്, അതോടൊപ്പം തന്നെ ഫലസ്തീൻ അതോറിറ്റി ഉണ്ട്, മറ്റ് PLO ഉൾപ്പെടെയുള്ള മറ്റ് പ്രസ്ഥാനങ്ങളെയും ഒക്കെ ചർച്ചയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാം സ്വീകാര്യമായിരിക്കുന്ന ഒരു സമിതിക്ക് രൂപം നൽകാൻ തയ്യാറാവുക. അത് ഒടുവിൽ ഇസ്രായേലും അമേരിക്കയും ആ സമിതിക്ക് അംഗീകാരം നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാം ഘട്ട ചർച്ചകളിലേക്ക് കടക്കാൻ അതൊരു നിമിത്തമാകും. തുടർന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അന്തർദേശീയ സേനയുടെ വിന്യാസം, അതോടൊപ്പം തന്നെ ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഘട്ടങ്ങൾ കൂടി ബാക്കി നിൽക്കുകയാണ്. എന്തായാലും ഈ കെയ്റോ യോഗത്തോടുകൂടി ഈ കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത വരുമെന്ന ഒരു പ്രതീക്ഷയാണ് മധ്യസ്ഥ രാജ്യങ്ങൾ ഏറ്റവും അവസാനമായിട്ട് പങ്കുവെക്കുന്നത്. ധന്യ. ശരി MC, താങ്ക് യു. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാക് സിലിക്ക സഖ്യത്തിൽ ഒപ്പുവെച്ച് ഖത്തർ. US സാമ്പത്തിക കാര്യ അണ്ടർ സെക്രട്ടറി ജേക്കബ് ഹെൽബർഗിന്റെ ദോഹ സന്ദർശനത്തിനിടെയാണ് ഖത്തർ കൂട്ടായ്മയുടെ ഭാഗമായത്. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നതാണ് കരാർ. സെമി കണ്ടക്ടറുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ, അപൂർവ മൂലകങ്ങൾ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാൻ US രൂപവൽക്കരിച്ച കൂട്ടായ്മയാണ് പാക് സിലിക്ക. സഖ്യകക്ഷികൾക്കും സുഹൃദ് രാഷ്ട്രങ്ങൾക്കുമിടയിൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുകയാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം. ജപ്പാൻ, ദക്ഷിണ കൊറിയ, സിംഗപ്പൂർ, ബ്രിട്ടൻ, ഓസ്ട്രേലിയ രാഷ്ട്രങ്ങൾ നിലവിൽ സഖ്യത്തിൽ അംഗമാണ്. ഖത്തർ വിദേശ വ്യാപാര വകുപ്പ് സഹമന്ത്രി അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സയ്യിദുമായി ജേക്കബ് ഹെൽബർഗ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തന്ത്രപ്രധാന കരാറിൽ ഇരു രാഷ്ട്രങ്ങളും ഒപ്പുവെച്ചത്. ആഗോള സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുന്ന രാഷ്ട്രങ്ങളുടെ മുൻനിരയിലേക്ക് ഖത്തറിനെ പ്രാപ്തമാക്കുന്നതാണ് കരാറെന്ന് US പ്രതികരിച്ചു. പാക് സിലിക്കയുടെ ഭാഗമായുള്ള സിലിക്കൺ ഡിക്ലറേഷൻ വെറുമൊരു നയതന്ത്ര ഉടമ്പടിയല്ല, പുതിയ സാമ്പത്തിക സുരക്ഷ മുൻനിർത്തിയുള്ള പ്രായോഗിക രേഖയാണെന്നും US വ്യക്തമാക്കി. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഹൈഡ്രോ കാർബൺ ഇതര മേഖലകളിലേക്ക് വൈവിധ്യവൽക്കരിക്കാനുള്ള ഖത്തറിന്റെ ശ്രമങ്ങൾക്ക് കരാർ ശക്തി പകരും. ഡിജിറ്റൽ വ്യാപാര ഇടനാഴി, ചിപ്പ് നിർമ്മാണം, AI അടിസ്ഥാന സൗകര്യം തുടങ്ങിയ മേഖലകളിലേക്ക് പുതിയ വാതിലുകൾ തുറക്കാനും ഇത് വഴിയൊരുക്കും. മീഡിയ 1, ദോഹ. റിയാദിലും ജിദ്ദയിലുമായി 2 ആഡംബര പദ്ധതികൾ ആരംഭിക്കാനൊരുങ്ങി സൗദി അറേബ്യ. ഡൊണാൾഡ് ട്രംപുമായി ചേർന്നായിരിക്കും പദ്ധതി. 100 കോടി വിലമതിക്കുന്ന പദ്ധതികളാണ് നടപ്പാക്കുക. ട്രംപ് ഓർഗനൈസേഷൻ, സൗദി റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ദാർ അൽ അർക്കാൻ എന്നിവയുടെ സഹകരണത്തോടെയായിരിക്കും പദ്ധതി. പ്രധാന നഗരങ്ങളായ റിയാദിലും ജിദ്ദയിലുമായിരിക്കും പദ്ധതി നടപ്പാക്കുക. 1000 കോടി വിലമതിക്കുന്ന പദ്ധതികളാണിത്. റിയാദിലെ ദിരിയ പ്രദേശത്ത് ട്രംപ് നാഷണൽ ഗോൾഫ് കോഴ്സും ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലും നിർമ്മിക്കും. ജിദ്ദയിൽ ട്രംപ് പ്ലാസ എന്ന പേരിൽ മിക്സഡ് യൂസ് ഓഫീസുകളും റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളും ഉൾപ്പെടുന്ന വലിയ വികസന പദ്ധതിയുമാണ് നടപ്പാക്കുക. അടുത്ത 4 മുതൽ 5 വർഷങ്ങൾക്കുള്ളിൽ പദ്ധതി പൂർത്തിയാകും. നേരിട്ടുള്ള വിദേശ നിക്ഷേപം ആകർഷിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഈ മാസം മുതൽ സൗദി അറേബ്യയിൽ നിയുക്ത പ്രദേശങ്ങളിൽ വിദേശികൾക്ക് ആദ്യമായി സ്വത്ത് ഉടമസ്ഥാവകാശം അനുവദിക്കാനുള്ള പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. മസ്കറ്റ് മെട്രോ പദ്ധതിയുടെ പ്രഖ്യാപനം ഉടൻ. 2 മാസത്തിനകം പദ്ധതിയുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഒമാൻ ഗതാഗത മന്ത്രി സയ്യിദ് ബിൻ ഹമൂദ് അൽ മവാലി അറിയിച്ചു. മസ്കറ്റിലെ ഗതാഗത കുരുക്ക് ലഘൂകരിക്കുന്നതിനും നഗരത്തിന്റെ സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിനും മെട്രോ നിർണായക പങ്കുവഹിക്കും. ഒമാന്റെ തലസ്ഥാന നഗരി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പദ്ധതിയാണ് മസ്കറ്റ് മെട്രോ. പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ അടുത്ത 2 മാസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഗതാഗത മന്ത്രി സയ്യിദ് ബിൻ ഹമൂദ് അൽ മവാലി. രാജ്യത്തെ പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന നാഷണൽ ട്രാൻസ്പോർട്ട് ട്രാക്കിംഗ് പദ്ധതിയുടെ കരാറിൽ ഒപ്പിടൽ ചടങ്ങിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. മസ്കത്തിലെ ഗതാഗത കുരുക്ക് ലഘൂകരിക്കുന്നതിനും നഗരത്തിന്റെ സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിനും പദ്ധതി നിർണായക പങ്കുവഹിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏകദേശം 50 കിലോമീറ്റർ ദൈർഘ്യത്തിൽ എല്ലാവർക്കും എളുപ്പത്തിൽ ഉപയോഗപ്പെടുത്താനാകുന്നതാണ് പദ്ധതി. മസ്കത്തിലെ തന്ത്രപ്രധാന മേഖലയിൽ പ്രധാന സ്റ്റേഷനുകൾ ഉറപ്പുവരുത്തിയാണ് റൂട്ടുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. സുൽത്താൻ ഹൈത്തം സിറ്റി മുതൽ അൽഖുവേർ വഴി റൂവി വരെയാണ് മെട്രോ പാത. മസ്കത്ത് ഇന്റർനാഷണൽ എയർപോർട്ട്, അൽഖുവേർ, ഗാല തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലൂടെ കടന്നുപോകുന്ന പാതയിൽ ഏകദേശം 36 സ്റ്റേഷനുകൾ ഉണ്ടാകും. 2021 പദ്ധതി പ്രഖ്യാപിച്ചത്. മീഡിയ 1, മസ്കത്ത്. റിയാദ് മെട്രോ റെഡ് ലൈൻ പാത ദീർഘിപ്പിക്കാനൊരുങ്ങി സൗദി അറേബ്യ. 8.4 കിലോമീറ്റർ ആയിരിക്കും പാത വികസിപ്പിക്കുക. 5 പുതിയ സ്റ്റേഷനുകളും സ്ഥാപിക്കും. നിർമ്മാണം പൂർത്തിയാകാൻ 6 വർഷം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
റെഡ് ലൈൻ ശൃംഖലയിലാണ് വികസനം. നിലവിലുള്ള കിങ് സൗത്ത് സർവകലാശാല മുതൽ ദിരിയ ഗേറ്റ് വരെ നീളുന്നതായിരിക്കും പുതിയ പാത. റോയൽ കമ്മീഷൻ ഫോർ റിയാദ് സിറ്റിയാണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 8.4 കിലോമീറ്റർ ദൂരത്തിലാണ് പുതിയ പാത. ഇതിന്റെ ഭാഗമായി 5 പുതിയ സ്റ്റേഷനുകളും നിലവിൽ വരും. കിങ് സൗത്ത് സർവകലാശാല ക്യാമ്പസ് മെഡിക്കൽ സിറ്റിയിലുമായിരിക്കും പുതിയ 2 സ്റ്റേഷനുകൾ. 3 സ്റ്റേഷനുകൾ ദിരിയ മേഖലയിലാണ് സ്ഥാപിക്കുക. വരാനിരിക്കുന്ന 7ാം ലൈനുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലായിരിക്കും ഇവയിലെ ഒരു മെട്രോ സ്റ്റേഷൻ. 7 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഭൂഗർഭ തുരങ്കങ്ങളാണ് പുതിയ പാതയുടെ പ്രധാന പ്രത്യേകത. കൂടാതെ 1.3 കിലോമീറ്റർ മേൽപ്പാലവും സജ്ജമാക്കും. 6 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. വിപുലീകരണം പൂർത്തിയാകുന്നതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ അൽ തുറൈഫ്, അൽ ബുജൈരി, ഓപ്പറ ഹൌസ് എന്നിവയെ മെട്രോയുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കും. കൂടാതെ കിങ് ഫഹദ് സ്പോർട്സ് സിറ്റിയിൽ നിന്നും ദിരിയയുടെ ഹൃദയഭാഗത്തേക്ക് വെറും 40 മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്യാനും ഇതിലൂടെ സാധിക്കും. പ്രതിദിനം 1.5 ലക്ഷത്തോളം വാഹനങ്ങൾ നിരത്തിൽ നിന്ന് കുറക്കാൻ പുതിയ പാത സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഒമാനിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ച് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഉത്തരവിറക്കി. സാമ്പത്തിക കാര്യ ഉപപ്രധാനമന്ത്രിയായി സയ്യിദ് ദി യസീൻ ബിൻ ഹൈതം അൽ സയ്യിദിനെ നിയമിച്ചു. 2020 സുൽത്താൻ അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ പുനഃസംഘടനയാണിത്. സുൽത്താന്റെ സ്ഥാനാരോഹണത്തിന്റെ 6ാം വാർഷികത്തോടനുബന്ധിച്ചാണ് മന്ത്രിസഭയുടെ പുനഃസംഘടന. ഒമാന്റെ സാമ്പത്തിക കാര്യ ഉപപ്രധാനമന്ത്രിയായി നിലവിലെ സാംസ്കാരിക കായിക യുവജന മന്ത്രി സയ്യിദ് ദി യസീൻ ബിൻ ഹൈതം അൽ സയ്യിദിനെയാണ് നിയമിച്ചത്. സാമ്പത്തിക പരിഷ്കാരങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും നയ ഏകോപനം ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ നിയമനം സുൽത്താനിന്റെ മുന്നേറ്റത്തിന് ഊർജ്ജം പകരുന്നതാകും. അൻവർ ബിൻ ഹിലാൽ അൽ ജബ്രിയെ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രിയായി നിയമിച്ചിട്ടുണ്ട്. സയ്യിദ് ഇബ്രാഹിം അൽ ബുസൈദിയാണ് പുതിയ പൈതൃക ടൂറിസം മന്ത്രി. മുസദ്ദ ഗവർണറായിരുന്നു ബുസൈദി. മസ്കത്ത് ഗവർണറായിരുന്ന സൗദ് ബിൻ ഹിലാൽ അൽ ബുസൈദിയെ സാംസ്കാരിക കായിക യുവജന മന്ത്രിയായി നിയമിച്ചിട്ടുണ്ട്. മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി എഞ്ചിനീയർ അഹമ്മദ് അൽ അംറിയെയാണ് നിയമിച്ചത്. സയ്യിദ് ബിലാറബ് ബിൻ ഹൈതമിനെ മസ്കത്ത് ഗവർണറായും സഹമന്ത്രിയായും നിയമിച്ചിട്ടുണ്ട്. വികസന കുതിപ്പ് തുടരുന്ന ഒമാന് പുതിയ ഊർജ്ജം പകരുന്നതാകും മന്ത്രിസഭാ പുനഃസംഘടന. മീഡിയ 1, മസ്കത്ത്. കുവൈത്തിൽ വർക്ക് വിസ ഉള്ള ഒരാളെ ഫാമിലി വിസയിലേക്ക് മാറ്റാൻ പലർക്കും ആശയക്കുഴപ്പമുണ്ട്. ഇതിനായി ആവശ്യമായ രേഖകളും ജവാസാത്ത് നടപടികളും ശരിയായി പൂർത്തിയാക്കണം. കൂടാതെ കമ്പനി മൻദൂബിന്റെ സാന്നിധ്യം നിർബന്ധമാണ്. വിസ 18 നിന്ന് വിസ 22 ട്രാൻസ്ഫർ പ്രക്രിയ നമുക്ക് ലളിതമായി എങ്ങനെയാണെന്ന് നോക്കാം. വർഷ വിശദീകരിക്കും. തീർച്ചയായും ധന്യ, എങ്ങനെയാണ് ഈ തൊഴിൽ വിസയിൽ നിന്ന് ഫാമിലി വിസയിലേക്ക് ആ ഒരു വിസ ട്രാൻസ്ഫറിങ് എന്നുള്ളതാണ് സ്വാഭാവികമായും എല്ലാവർക്കും നിരവധി സംശയങ്ങൾ ഉണ്ടാകും. എന്നാൽ ഇത് നിരവധി ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിൽ ആദ്യ ഘട്ടം എങ്ങനെയാണ് കുവൈറ്റിലെ വിസ ട്രാൻസ്ഫറിങ് എന്നുള്ളതാണ്. അതായത് തൊഴിൽ വിസയിൽ നിന്ന് എങ്ങനെയാണ് ഫാമിലി വിസയിലേക്ക് ട്രാൻസ്ഫറിങ് നടക്കുക എന്നുള്ളതാണ്. അതിൽ ആദ്യ ഘട്ടം രേഖകൾ തയ്യാറാക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട രേഖകൾ തയ്യാറാക്കുക. അതിനുശേഷം ടൈപ്പിംഗ് സെന്ററിൽ രേഖകൾ തയ്യാറാക്കി ജവാസാത്ത് ഓഫീസിൽ എത്തണം. അതായത് നിലവിലെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട ഓഫീസ്, നമ്മുടെ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഈ ഓഫീസിലേക്ക് എത്തുക. അതിനുശേഷം ഈ രേഖകൾ എല്ലാം നമ്മുടെ കൈവശം വെച്ചതിന് ശേഷം ആ രേഖകളെല്ലാം തയ്യാറാക്കി വേണം ഇവിടേക്ക് എത്താൻ. ഇനി പ്രധാനമായും വേണ്ട രേഖകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഫാമിലി വിസയാണ്. അപ്പോൾ തൊഴിൽ വിസയിൽ നിന്നും നമ്മൾ ട്രാൻസ്ഫറിങ് നടത്തുന്നത് ഫാമിലി വിസയിലേക്കാണ്. അത് ഭാര്യയ്ക്ക് വേണ്ടത് പാസ്പോർട്ട്, പിന്നെ അതുമായി ബന്ധപ്പെട്ട പകർപ്പും അതുപോലെ തന്നെ റെസിഡൻസി പകർപ്പ്, അതായത് തൊഴിൽ വിസയുടെ നിലവിലെ തൊഴിൽ വിസയുടെ പകർപ്പ്, സിവിൽ ഐഡിയുടെ പകർപ്പ്, അതുപോലെ വിവാഹ സർട്ടിഫിക്കറ്റ്, അതുമായി ബന്ധപ്പെട്ട അറ്റസ്റ്റേഷനുകൾ, ഫോട്ടോയും നമ്മൾ കയ്യിൽ കരുതണം. ഇനി ഭർത്താവിന് വേണ്ട രേഖകളാണ്. സ്വാഭാവികമായും നമ്മൾ ഫാമിലി വിസയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ പുതിയ സ്പോൺസർ ഫാമിലിയിൽ ഭർത്താവായിരിക്കും. അതിൽ കയ്യിൽ കരുതേണ്ടത് സിവിൽ ID, അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ പകർപ്പ്, നിലവിലുള്ള സാലറി സർട്ടിഫിക്കറ്റ്, വർക്ക് പെർമിറ്റ്, അതുമായി ബന്ധപ്പെട്ട പകർപ്പുകളും കയ്യിൽ കരുതുക. ഇനി കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. NOCയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതുപോലെ തന്നെ വിസ റദ്ദാക്കൽ രേഖകൾ, അതായത് തൊഴിൽ വിസ റദ്ദാക്കൽ രേഖകൾ, പാസി ക്ലിയറൻസ്, അതായത് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ ക്ലിയറൻസ്, അതുപോലെ തന്നെ മൻദൂബ് എന്ന് പറയുമ്പോൾ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട PR പബ്ലിക് റിലേഷൻ ഓഫീസറാണ് മൻദൂബ്. ആ പബ്ലിക് റിലേഷൻ ഓഫീസറെയും കമ്പനി നിർബന്ധമാക്കും.
ഇനി ജവാസാത്തിൽ ആദ്യ പരിശോധന, പാസ്പോർട്ട് ഓഫീസിൽ ആദ്യ പരിശോധനയായി ടോക്കൺ എടുത്ത് രേഖകൾ സമർപ്പിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം മാനേജർ ഓഫീസ് അത് പരിശോധിക്കും. അതായത് ഓഫീസ് മാനേജർ നിലവിൽ അത് പരിശോധിക്കും. അതിനുശേഷം സ്റ്റാമ്പിംഗ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നു. പിന്നീട് ഈ PR മുഖേന നടപടികൾ പൂർത്തിയാക്കും എന്നുള്ളതാണ് രണ്ടാം ഘട്ടം. ഇനി പാസി ക്ലിയറൻസുമായി ബന്ധപ്പെട്ട ഘട്ടമാണ്. അതായത് ഭാര്യയും നിലവിലുള്ള കമ്പനിയുടെ പബ്ലിക് റിലേഷൻ ഓഫീസറും ഈ പാസി സന്ദർശിക്കും. അതിനുശേഷം കമ്പനി കുടിശ്ശികയില്ലെന്ന് തെളിയിക്കുന്നു. അതുപോലെ തന്നെ NOC ക്ലിയറൻസ് അടക്കം പൂർത്തിയാക്കിയുള്ള നടപടികളിലേക്ക് കടക്കുന്നു. ഇനി ഘട്ടം 4 ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. അതായത് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ മെഡിക്കൽ ഇൻഷുറൻസ് അടയ്ക്കുക. ഇനി കുടിശ്ശിക ഉണ്ടെങ്കിൽ അടയ്ക്കുക. അത് ഇല്ലാത്ത പക്ഷം ആ നിലയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഘട്ടം 5 അന്തിമ വിസ ട്രാൻസ്ഫറിംഗ് ആണ്. അതായത് വീണ്ടും പാസ്പോർട്ട് ഓഫീസിലേക്ക് എത്തുക. ജവാസാത്ത് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ വീണ്ടും ജവാസാത്തിൽ എത്തുക, രേഖകൾ പരിശോധിച്ചതിന് ശേഷം ഫീസ് അടയ്ക്കുക. ഫീസ് പ്രധാനമായും ഉള്ളത് 20 ദിനാറാണ്. രേഖകളെല്ലാം പരിശോധന വിധേയമാക്കിയതിനു ശേഷം 20 ദിനാർ അടയ്ക്കുക. അതിനുശേഷം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ വിസ മാറ്റം പൂർത്തിയാകും എന്നുള്ളതാണ് ലളിതമായ നടപടിക്രമം കൂടിയാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള നടപടികൾക്ക് വലിയ കാലതാമസം ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇനി ഘട്ടം 6 സിവിൽ ID അപ്ഡേറ്റ് ആണ്. അത് പാസി വെബ്സൈറ്റ് വഴി സിവിൽ ID ഫീസ് അടയ്ക്കുക. അതിനുശേഷം മൊബൈലിൽ നമ്മുടെ ID സ്റ്റാറ്റസ്, നിലവിൽ ട്രാൻസ്ഫർ ആയിട്ടുള്ള വിസ മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ID സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആകും. ഇതാണ് ഏറ്റവും കുവൈറ്റിലെ വിസ ട്രാൻസ്ഫറിങ്ങിന്റെ, തൊഴിൽ വിസയിൽ നിന്നും ഫാമിലി വിസയിലേക്കുള്ള ട്രാൻസ്ഫറിങ്ങിന്റെ ഏറ്റവും അവസാന ഘട്ടം. ധന്യ. UAE വിപണിയിലും സ്വർണ്ണവില റെക്കോർഡ് പിന്നിട്ട് കുതിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി സ്വർണം ഗ്രാമിന് 555 ദിർഹം പിന്നിട്ടു. സുരക്ഷിതത്വം മുൻനിർത്തി കൂടുതൽ പേർ സ്വർണത്തിൽ നിക്ഷേപിക്കുന്ന സാഹചര്യത്തിലാണ് സ്വർണ്ണവിലയും കുതിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് ഗ്രാമിന് 12 ദിർഹം 50 ഫിൽസ് ഉയർന്നാണ് സ്വർണ്ണവില 555 ദിർഹം 75 ഫിൽസിലേക്ക് എത്തിയത്. 24 കാരറ്റ് സ്വർണത്തിന് ആദ്യമായാണ് UAEയിൽ 555 ദിർഹം പിന്നിടുന്നത്. സമാനമായ രീതിയിൽ 22 കാരറ്റ്, 21 കാരറ്റ്, 18 കാരറ്റ്, 14 കാരറ്റ് സ്വർണത്തിൻ്റെയും വില ഉയർന്നു. 22 കാരറ്റിന്റെ വില ഗ്രാമിന് ഇന്ന് വൈകുന്നേരം 514 ദിർഹം 75 ഫിൽസായി. 439 ദിർഹം 50 ഫിൽസാണ് 21 കാരറ്റിന്റെ വില. ഗ്രാമിന് 423 ദിർഹം, 330 ദിർഹം എന്നിങ്ങനെയാണ് 18 കാരറ്റിനും 14 കാരറ്റിനും വില എത്തി നിൽക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഉടലെടുക്കുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വവും US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വെട്ടിക്കുറച്ചേക്കുമെന്ന വാർത്തകളുമാണ് സ്വർണ്ണവില കുതിക്കാൻ കാരണമായി വിലയിരുത്തുന്നത്. ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ പലരും വൻതോതിൽ സ്വർണത്തിൽ മുതലിറക്കാൻ തുടങ്ങിയതോടെ ഡിമാൻഡും വിലയും കുത്തനെ ഉയരുകയാണ്. റെക്കോർഡുകൾ മറികടന്ന് വില കുതിക്കുന്ന പശ്ചാത്തലത്തിൽ സ്വർണ്ണാഭരണ വിപണിയിൽ ഉപഭോക്താക്കൾ കൂടുതലായി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളെ ആശ്രയിക്കുന്ന പ്രവണതയും വർദ്ധിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. മീഡിയ 1 ദുബായ്. കുവൈത്തിൽ ജനിക്കുന്ന കുട്ടികളുടെ സിവിൽ ഇൻഫർമേഷൻ രജിസ്ട്രേഷൻ ജനനത്തീയതി മുതൽ 120 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. രജിസ്ട്രേഷൻ സമയപരിധി സംബന്ധിച്ച നിയമവ്യവസ്ഥകൾ ഭേദഗതി ചെയ്തുകൊണ്ട് മന്ത്രിതല ഉത്തരവും പുറത്തിറക്കി. പുതിയ തീരുമാനപ്രകാരം കുട്ടികളുടെ രജിസ്ട്രേഷൻ കാലയളവ് 120 ദിവസമായി നിശ്ചയിച്ചിരിക്കുന്നു. നിലവിൽ സിവിൽ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ഡാറ്റയുടെ കൃത്യത വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ നീക്കം. കുവൈത്തിലെ മംഗുഫ് തീപിടുത്ത കേസിൽ ഒരു സ്വദേശി പൗരനും നിരവധി പ്രവാസികളും ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് കാസേഷൻ കോടതിയിൽ നിന്ന് താൽക്കാലിക ഇളവ് ലഭിച്ചു. അപ്പീൽ പരിഗണിക്കുന്നതുവരെ തടവ് ശിക്ഷകൾ സ്റ്റേ ചെയ്യാനും പകരം 5000 KD പിഴ ചുമത്താനും കോടതി ഉത്തരവിട്ടു. അൽബദ കമ്പനി ഡയറക്ടർ മുഹമ്മദ് നാസർ അൽബദാഹിന് വിധിച്ച 1 വർഷം കഠിന തടവ് ശിക്ഷയും കാസേഷൻ കോടതി റദ്ദാക്കി. പ്രതിഭാഗം അഭിഭാഷകൻ സുൽത്താൻ ഹമദ് അൽ അജ്മി സമർപ്പിച്ച അപ്പീൽ പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയുടെ നടപടി. സൗദിയിലെ ജിദ്ദയിൽ കൂടുതൽ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാനൊരുങ്ങി മുനിസിപ്പാലിറ്റി. റുവൈസിലെ 1000-ലേറെ തകർന്നു വീഴാൻ സാധ്യതയുള്ള കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കുക. അടുത്ത ചൊവ്വാഴ്ച മുതൽ നടപടികൾ ആരംഭിക്കുമെന്ന് അതോറിറ്റി അറിയിച്ചു.
ചൊവ്വാഴ്ച മുതൽ വൈദ്യുതി, വെള്ളമടക്കമുള്ള സേവനങ്ങൾ വിച്ഛേദിച്ചുകൊണ്ടാണ് കെട്ടിടങ്ങൾ നീക്കം ചെയ്യാൻ ആരംഭിക്കുക. തകർച്ചാ ഭീഷണി കണക്കിലെടുത്താണ് കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നത്. ജിദ്ദ, റുവൈസിലെ 1011 കെട്ടിടങ്ങൾ ഇത്തരത്തിൽ പൊളിച്ചു നീക്കുവാനുള്ള മുന്നറിയിപ്പ് നഗരസഭ നൽകി കഴിഞ്ഞു. നേരത്തെ കെട്ടിട ഉടമകൾക്ക് ചട്ടങ്ങൾ വ്യക്തമാക്കിയതിനു ശേഷം നിശ്ചിത ഗ്രേസ് പീരീഡും അനുവദിച്ചു. എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയ ശേഷമാണ് പൊളിച്ചുമാറ്റൽ ഉത്തരവുകൾ പുറപ്പെടുവിച്ചത്. പൊതുസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന്റെ ഭാഗമായാണ് തകർന്ന കെട്ടിടങ്ങളുടെ അവസ്ഥ മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമമെന്ന് അതോറിറ്റി വ്യക്തമാക്കി. നഗരവികസനവും സൗന്ദര്യവൽക്കരണ പദ്ധതിയും ലക്ഷ്യമിടുന്നുണ്ട്. പൊതുസുരക്ഷയ്ക്ക് അപകടമുണ്ടാക്കുന്ന കൂടുതൽ കെട്ടിടങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചു. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. മക്ക ഹറമിൽ ജോലി ചെയ്യുന്ന ബംഗ്ലാദേശി ശുചീകരണ തൊഴിലാളിക്ക് മുനിസിപ്പാലിറ്റിയുടെ ആദരം. ഉംറ തീർത്ഥാടകന് നമസ്കാരപ്പായ നൽകി മാതൃകയായതിനാണ് അംഗീകാരം. വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. ജോലിക്കിടെ അറബ് വംശജൻ സമ്മാനമായി നൽകിയ വിലപിടിപ്പുള്ള നമസ്കാര മുസല്ല ഉംറ തീർത്ഥാടകന് നൽകുന്ന വീഡിയോ സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മുനിസിപ്പാലിറ്റിയുടെ ആദരം. അബൂൻ അബൂബക്കർ എന്നാണ് ഈ തൊഴിലാളിയുടെ പേര്. മുസല്ല വാങ്ങാനായി എത്തിയ തീർത്ഥാടകന് മുസല്ല ലഭിക്കാതെ നിരാശനായി മടങ്ങുമ്പോഴായിരുന്നു അബൂൻ തനിക്ക് ലഭിച്ചത് നൽകിയത്. മുനിസിപ്പാലിറ്റി ഓഫീസിൽ അബൂബക്കറിനെ വിളിച്ചു വരുത്തി ഉപഹാരം നൽകുകയും ചെയ്തു. തീർത്ഥാടകരോടും സന്ദർശകരോടും കാണിക്കുന്ന അർപ്പണബോധവും ആത്മാർത്ഥതയും അംഗീകരിച്ചാണ് ആദരമെന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ വ്യക്തമാക്കി. തൊഴിലാളിയുടെ വിനയവും സത്യസന്ധതയും പ്രകടിപ്പിക്കുന്ന വാക്കുകളും വീഡിയോയോടൊപ്പം പ്രചരിച്ചിരുന്നു. വ്യാപകമായ പിന്തുണയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ലഭിക്കുന്നത്. സാബിത് സലീം, മീഡിയ 1, മക്ക. കുവൈത്തിൽ നാളെ ചെറിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇടയ്ക്കിടെ മഴയും തെക്കിഴക്കൻ കാറ്റും ശക്തമാകാൻ സാധ്യതയെന്ന് ആക്ടിംഗ് ഡയറക്ടർ അധാർ അൽ അലി വ്യക്തമാക്കി. ബുധനാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ കാർഷിക മേഖലകളിലും മരുഭൂമി പ്രദേശങ്ങളിലും മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി. ഈ കാലയളവിൽ പകൽ താപനില 17 മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെയും രാത്രി 4 മുതൽ 11 ഡിഗ്രി സെൽഷ്യസ് വരെ താഴെ എത്താനും സാധ്യത. GCCയിലെ പ്രമുഖ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് സ്ഥാപനമായ ഓട്ടോ ഫാസ്റ്റ് ട്രാക്ക് ഖത്തറിൽ പുതിയ ഷോറൂം തുറന്നു. അൽവക്രയിലെ അബ്ദുറഹ്മാൻ ബിൻ ജാസിം സർവീസ് സ്ട്രീറ്റിലാണ് സ്ഥാപനം. പ്രവർത്തനം ആരംഭിച്ചത് ഖത്തറിൽ ഗ്രൂപ്പിന്റെ 7ാമത്തെ ഷോറൂമാണ്. പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഓട്ടോ ഫാസ്റ്റ് ട്രാക്ക് ചെയർമാൻ ഷൈഖ് ഫഹദ് അൽഥാനി ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡയറക്ടർ ഷിയാസ്, ജനറൽ മാനേജർ നിയാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സാമൂഹ്യ വാണിജ്യ മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഓട്ടോ ഫാസ്റ്റ് ട്രാക്ക് ചെയർമാൻ ഷെയ്ഖ് ഫലാഹ് ബിൻ ഫഹദ് അൽത്താനി ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡയറക്ടർ ഷിയാസ്, ജനറൽ മാനേജർ നിയാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്ന് സംരംഭകർ പറഞ്ഞു. ഞങ്ങൾ യഥാർത്ഥ സോഴ്സിൽ നിന്നാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നത്. ഡയറക്റ്റ് ഫാക്ടറികളിൽ നിന്ന് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ കണ്ടെത്തി ഇവിടെ ഏറ്റവും എൻഡ് യൂസർക്ക് ഏറ്റവും മിതമായ പ്രൈസിലും യഥാർത്ഥത്തിൽ ഞങ്ങൾ 26ഓളം വർഷമായി ഈ ഫീൽഡിൽ GCCയിൽ മൊത്തത്തിൽ ഞങ്ങൾ ഇത് ചെയ്യുന്നു. എല്ലായിടത്തും വളരെ സ്വീകാര്യതയാണ് ഓട്ടോ ഫാസ്റ്റ് ട്രാക്കിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വക്രയിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കസ്റ്റമർക്ക് നമുക്ക് സ്പെയർ പാർട്സ് മേഖലയിൽ പ്രത്യേകിച്ച് വക്ര മാർക്കറ്റിൽ നിന്ന് വരുന്ന കസ്റ്റമർക്ക് മാക്സിമം അവൈലബിലിറ്റി, നല്ല പ്രൈസിൽ നല്ല ഗുണമേന്മയുള്ള പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഓട്ടോ ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഏറ്റവും വലിയൊരു വിഷയം. അൽവക്രയിലെ SDQ ഗാരേജ് ഉടമ സിദ്ദീഖിന് സ്പെയർ പാർട്സ് കൈമാറി ഷെയ്ഖ് ഫല ആദ്യ വിൽപ്പന നിർവഹിച്ചു. 2009 പ്രവർത്തനം ആരംഭിച്ച ഓട്ടോ ഫാസ്റ്റ് ട്രാക്കിന് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്ക് പുറമെ ഹോൾസെയിൽ കോർപ്പറേറ്റ് ഡിവിഷനുമുണ്ട്. 100-ലധികം ജീവനക്കാരും സേവനം ചെയ്യുന്നു. മീഡിയ 1, ദോഹ. പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ കൂടുതൽ സേവനങ്ങൾ ഇലക്ട്രോണിക് സംവിധാനത്തിലേക്ക് മാറ്റുന്നു. അഷൽ പോർട്ടൽ വഴി പുതിയ സേവന പാക്കേജ് ആരംഭിച്ചതായി അതോറിറ്റി അറിയിച്ചു. ഇതോടെ മാൻ പവർ ഓഫീസുകൾ സന്ദർശിക്കാതെ തൊഴിൽ സംബന്ധമായ പ്രധാന നടപടിക്രമങ്ങൾ ഓൺലൈനായി പൂർത്തിയാക്കാനാകും. പോർട്ടലിലെ കോർപ്പറേറ്റ് സേവന വിഭാഗത്തിലൂടെ ലോഗിൻ ചെയ്ത് അപേക്ഷ നൽകി ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യാം. ജോലി മാറ്റം, വർക്ക് പെർമിറ്റ് പുതുക്കൽ, തൊഴിലാളി പങ്കാളി താമസ പദവി കൈമാറ്റം തുടങ്ങിയ സേവനങ്ങളാണ് പുതിയ പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ തോക്ക് പൊട്ടി മരണം. കോട്ടയം ഉഴവൂർ പയസ് മൗണ്ടിലാണ് സംഭവം. ജോബി ഓക്കാട്ടിൽ എന്നയാളാണ് തലയ്ക്ക് വെടിയേറ്റ് തൽക്ഷണം മരിച്ചത്. സ്കൂട്ടർ തെന്നിമറിഞ്ഞാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക വിവരം. ഫസ്റ്റ് ഓൺ മീഡിയ 1 ജോസി ബാബു ചേരുന്നു. ജോസി, എന്താണ് സംഭവിച്ചത്? ധന്യ 9:00 ഈ സംഭവം ഉണ്ടായത്. ഉഴവൂരിനടുത്ത് പയസ് മൗണ്ടിലാണ് ഈ അപകടമുണ്ടായത്. സ്കൂട്ടറിൽ തോക്കുമായി സഞ്ചരിക്കുന്നതിനിടെ തോക്ക് അബദ്ധത്തിൽ പൊട്ടിയാണ് ഒരാൾ കൊല്ലപ്പെട്ടത്. ജോബി ജോസഫ് ഓക്കാട്ടിൽ എന്ന 56-കാരനാണ് മരിച്ചത്. സ്കൂട്ടർ തെന്നിമറിയുകയും തുടർന്ന് തോക്ക് അബദ്ധത്തിൽ പൊട്ടുകയുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ കുറവിലങ്ങാട് പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തലയ്ക്ക് വെടിയേറ്റ് തൽക്ഷണം അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു. ജോബി ജോസഫ് ഓക്കാട്ടിൽ ഒരു അഭിഭാഷകനാണ്. അദ്ദേഹത്തിന് തോക്കിന് ലൈസൻസ് ഉണ്ട്. അബദ്ധത്തിൽ പറ്റിയെന്ന നിഗമനത്തിലാണോ ഇപ്പോൾ? അബദ്ധത്തിൽ വെടി പൊട്ടിയതാണ് എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഈ ഇദ്ദേഹത്തിന് ലൈസൻസ് ഉള്ള ആളാണ്. ഇദ്ദേഹം തോക്ക് സ്കൂട്ടറിന്റെ മുൻഭാഗത്ത് വെച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഇതിനിടയിൽ സ്കൂട്ടർ റോഡിന് സമീപത്ത് തെന്നി മറിയാൻ ഒരുങ്ങുകയും ഈ സമയത്ത് തോക്ക് പൊട്ടുകയുമായിരുന്നു എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു പ്രാഥമിക നിഗമനം. ഇദ്ദേഹത്തിന്റെ തലയ്ക്കാണ് വെടിയേറ്റത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ജോബി ജോസഫ് ഓക്കാട്ടിൽ കൊല്ലപ്പെട്ടു. 56 വയസ്സായിരുന്ന ജോബി ജോസഫിന് ഇദ്ദേഹം സജീവമായി അഭിഭാഷകനായി ജോലി ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യ പ്രദേശത്തെ ഹോമിയോ ഡോക്ടറാണ്. അതോടൊപ്പം പൊതുവെ സമൂഹവുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളാണ്. ഇദ്ദേഹത്തിന്റെ ഈ പെട്ടെന്നുള്ള മരണത്തിന്റെ ഞെട്ടലിലാണ് പ്രദേശവാസികളും ജനപ്രതിനിധികളും അടക്കം. എന്തായാലും ഇപ്പോൾ ഈ പോലീസ് മേൽനടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സ്ഥലത്തെത്തിയിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് മൃതദേഹം ഇതുവരെ മാറ്റിയിട്ടില്ല. ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ നാളെ നടത്തരുത്. പോസ്റ്റ്മോർട്ടം അടക്കം മറ്റ് നടപടികൾ നാളെ നടത്തണം. എന്തായാലും ഇദ്ദേഹത്തിന്റെ തോക്കിന് ലൈസൻസ് ഉണ്ട് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ ഇത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഈ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ അബദ്ധത്തിൽ വെടി പൊട്ടിയതാണ് ഈ അപകടമുണ്ടാകാൻ. മനസ്സിലായി ജോസി. ഇദ്ദേഹം ഈ സമയത്ത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കൂടിയാണ്. അദ്ദേഹം തോക്കുമായിട്ട് എങ്ങോട്ട് പോവുകയായിരുന്നു? ഇദ്ദേഹം തോക്ക് ഉപയോഗിച്ച് ചില വിനോദങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പ്രത്യേകിച്ച് ഈ നാടൻ തോക്കിന് ലൈസൻസ് ഉള്ള ആളാണ്. അതുകൊണ്ട് അത്തരത്തിൽ മലയോര പ്രദേശങ്ങളിലൊക്കെ ചില ആവശ്യങ്ങൾക്ക് ഇവർ ഉപയോഗിക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാൻ പോലീസിൽ നിന്ന് വിവരം ലഭിക്കുന്നില്ല. എന്തായാലും വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഈ അദ്ദേഹത്തിന്റെ സ്കൂട്ടർ തെന്നി മാറുന്നതും സ്കൂട്ടറിന്റെ മുൻവശത്ത് സൂക്ഷിച്ചിരുന്ന തോക്ക് അബദ്ധത്തിൽ പൊട്ടുന്നതും തലയ്ക്ക് വെടിയേറ്റതും തൽക്ഷണം മരിക്കുന്നത്. എന്തായാലും കുറവിലങ്ങാട് പോലീസ് ഇപ്പോൾ അവിടെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ധന്യവാദം. ശരി ജോസെ. മറ്റ് ഗൾഫ് വാർത്തകളിലേക്ക്. നാളെ ആരംഭിക്കാനിരുന്ന സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം മാറ്റിവെച്ചു. ആരോഗ്യ ധനകാര്യ വകുപ്പുകളുമായി നടത്തിയ ചർച്ച അനുകൂലമായതിനെ തുടർന്നാണ് തീരുമാനം. ഈ മാസം 19-നുള്ളിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ആരംഭിക്കാനും തീരുമാനമായിട്ടുണ്ട്. സനിസ ശോഭാചന്ദ്രൻ ചേരുന്നു. സനിസ, ചർച്ച വിജയിച്ചതുകൊണ്ട് സമരം മാറ്റുകയായിരുന്നു. എന്താണ് സർക്കാർ നൽകിയിരിക്കുന്ന ഉറപ്പ്? തന്നെ ആ ചർച്ച വിജയകരമാണെന്ന് ആണ് നമ്മളോട് KGNCTA പ്രതികരിച്ചത്. അത്തരത്തിൽ ചർച്ചയിൽ ഈ ജൂനിയർ ഡോക്ടർമാരുടെ ശമ്പള പരിഷ്കരണം, കൂടാതെ തന്നെ പെട്ടെന്നുള്ള ട്രാൻസ്ഫർ, അതുപോലെ കൂടുതൽ തസ്തികകൾ ഉണ്ടാക്കാമെന്നും ഇത്തരത്തിൽ സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആരോഗ്യ ധനകാര്യ വകുപ്പ് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് ചർച്ച നടന്നത്. നാളെയോടെ അനിശ്ചിതകാല സമരത്തിലേക്ക് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നീങ്ങാൻ തുടങ്ങിയ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ചർച്ച സംഘടിപ്പിച്ചത്. ചർച്ച വിജയകരമാണെന്നാണ് നിലവിൽ പറയുന്നത്. പക്ഷേ ഈ ഒരാഴ്ച കാലമാണ് ഈ നടപടി സ്വീകരിക്കാനായിട്ട് KGNCTA ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഈ ഒരാഴ്ച കാലത്തിനിടയിൽ ഈ അവർക്ക് നൽകിയ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ലെങ്കിൽ 19 മുതൽ വീണ്ടും സമരത്തിലേക്ക് തന്നെ ഇറങ്ങാനാണ് KGNCTA തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈ 1 മുതൽ റിലേ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണ്. ആദ്യഘട്ടത്തിൽ ഒരു ചർച്ച ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. നിലവിലും DA അടക്കമുള്ള ശമ്പള കുടിശ്ശിക
നൽകുന്നതിൽ സർക്കാരിന് ഒരു നിലപാടെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഭാഗികമായിട്ട് പകുതിയോളം ആവശ്യങ്ങൾ അംഗീകരിച്ച് ആണ് ഇപ്പോൾ ഈ അനിശ്ചിതകാല സമരം താൽക്കാലികമായി KGNCTAക്ക് മാറ്റിവെക്കേണ്ടി വന്നത്. ഈ ഒരാഴ്ച സമയം കൊണ്ട് സർക്കാർ കൂടുതൽ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വീണ്ടും സമരം തുടരുമെന്ന് തന്നെയാണ് KGNCTAയുടെ നിലപാട്. ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കുക, ശമ്പള DA കുടിശ്ശിക നൽകുക, താൽക്കാലിക കൂട്ടസ്ഥല മാറ്റങ്ങൾ ഒഴിവാക്കുക, ആവശ്യത്തിന് തസ്തികകൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇവരുടെ ആവശ്യം. ഇതിൽ തസ്തികകൾ സൃഷ്ടിക്കുമെന്നും ഈ കൂട്ട സ്ഥലമാറ്റങ്ങൾ ഒഴിവാക്കുമെന്നും ജൂനിയർ ഡോക്ടർമാർക്കടക്കം ശമ്പള പരിഷ്കരണം ഉണ്ടാക്കുമെന്ന ഉറപ്പാണ് നിലവിൽ സർക്കാർ നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു സാഹചര്യത്തിൽ താൽക്കാലികമായി അനിശ്ചിതകാല സമരം മാറ്റിവെച്ചെങ്കിലും ഈ ഔദ്യോഗികമായിട്ടുള്ള മീറ്റിംഗുകൾ ഉൾപ്പെടെയുള്ള ചട്ടപ്പടി നടക്കേണ്ട കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുമെന്ന് തന്നെയാണ് KGNCTA അറിയിക്കുന്നത്. ധന്യ. ശരി സനിസ. കഴിഞ്ഞ 3 വർഷത്തിനിടെ കുവൈറ്റ് ഓയിൽ കമ്പനി ഡ്രില്ലിംഗ് എക്സ്പ്ലോറേഷൻ മേഖലയിൽ 1337 എണ്ണക്കിണറുകൾ കുഴിച്ചതായി റിപ്പോർട്ട്. 2023 മുതൽ 25 വരെ 5783 ഉൽപാദന കിണറുകളുടെ അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കിയതായി KOC അറിയിച്ചു. ആകെ കിണറുകളിൽ 4% താഴെ മാത്രമാണ് അറ്റകുറ്റപ്പണിക്കായി താൽക്കാലികമായി അടച്ചിട്ടത്. ഖത്തറിലെ ഇന്ത്യൻ നഴ്സുമാരുടെ സംഘടനയായ ഫിൻഗിന്റെ പുതിയ നേതൃത്വം ചുമതലയെടുത്തു. ദോഹയിലെ വൺ ഡേ സോഷ്യൽ കഫേയിലായിരുന്നു നേതൃമാറ്റ ചടങ്ങ്. അൻബുസൽവി ധനപാലൻ പ്രസിഡന്റും സൂര്യ അഭിലാഷ് സെക്രട്ടറിയുമായ കമ്മിറ്റിയാണ് നിലവിൽ വന്നത്. ജിഫിൻ പോളാണ് ട്രഷറർ. സ്ഥാനമൊഴിയുന്ന ഭാരവാഹികളായ ബിജോയ് ചാക്കോ, നിഷ മോൾ സലാം, ഇജാസ് മുഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. ജീവിത പ്രതിസന്ധികളിൽ തളരുന്നവർക്ക് കൈത്താങ് നൽകാൻ പ്രവർത്തിക്കുന്ന UAEയിലെ പ്രവാസി കൂട്ടായ്മ ഹോപ്പ് ഓഫ് ലൈഫ് 2ാം വാർഷികം ആഘോഷിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകർ, സൈക്യാട്രിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകൾ, അഭിഭാഷകർ തുടങ്ങിയവർ ഉൾപ്പെടുന്നതാണ് ഈ കൂട്ടായ്മ. ഒമാൻ കറൻസിയെ അപമാനിച്ച് സമൂഹമാധ്യമത്തിൽ പ്രചരിച്ച വീഡിയോ പ്രചരിപ്പിച്ചതിന് ഏഷ്യൻ പ്രവാസി വനിത അറസ്റ്റിലായി. ദേശീയ കറൻസിയെയും ചിഹ്നങ്ങളെയും അനാദരിക്കുന്ന പ്രവൃത്തികൾ ഒമാനി നിയമപ്രകാരം കുറ്റകരമാണ്. യുവതി തന്റെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള നിയമലംഘനമാണെന്നാണ് ആരോപിയുടെ പ്രസ്താവന. പ്രതിക്കെതിരായ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ അധികൃതർ മുന്നറിയിപ്പ് നൽകി. 48 വർഷം നീണ്ട പ്രവാസത്തിന് ശേഷം തൃശൂർ പുന്നയൂർ സ്വദേശി മുഹമ്മദ് അലി അബുദാബിയിൽ നിന്ന് മടങ്ങുകയാണ്. 17ാം വയസ്സിൽ UAEയിലെത്തിയ അദ്ദേഹം 65ാം വയസ്സിലാണ് ജോലിയിൽ നിന്ന് വിരമിക്കുന്നത്. 47 വർഷത്തിലേറെ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തു എന്ന പ്രത്യേകതയും ഇദ്ദേഹത്തിന്റെ പ്രവാസത്തിനുണ്ട്. 10ാം ക്ലാസ് പഠനവും കഴിഞ്ഞ് തന്റെ കൗമാരത്തിൽ തന്നെ ഗൾഫ് പ്രവാസത്തിലേക്ക് പറന്നതാണ് പുന്നയൂർ കുഴിങ്ങര സ്വദേശി മുഹമ്മദ് അലി. 1977 UAEയിലെത്തുന്നത്. വന്ന് ആദ്യം പിന്നെ 3 മാസത്തോളം അജ്മാനിൽ ബിലാൽ സ്റ്റോർ എന്ന് പറഞ്ഞ സ്റ്റോറിൽ ജോലി ചെയ്ത്, പിന്നെ ഒരു ലീവ് വേക്കൻസിയിൽ ഗൾഫ് ഐലൻഡ് ട്രേഡിംഗ് കമ്പനിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് 1978 ജൂലൈ 19 ബിനാമുദ ട്രേഡിംഗ് ആൻഡ് ജനറൽ സർവീസ് കമ്പനിയിൽ ജോയിൻ ചെയ്ത് പിന്നെ ഈ റിട്ടയർ ആവുന്നവരെ അവിടെ തന്നെ തുടരുകയാണ് ചെയ്തത്. അബുദാബിയിൽ ഷെവർലെ, ജനറൽ മോട്ടോഴ്സ് തുടങ്ങിയ വാഹനങ്ങളുടെ ഡീലറായ ബിൻ ഹമൂദ് ട്രേഡിംഗ് ആൻഡ് ജനറൽ സർവീസസ് എന്ന സ്ഥാപനത്തിലായിരുന്നു നീണ്ട 47 വർഷം. അവിടെ പല തസ്തികകളിൽ ജോലി ചെയ്തു. ഞാൻ ടെലക്സ് ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നെ വെഹിക്കിൾ അഡ്മിനായിട്ട്, അസിസ്റ്റൻ്റ് അക്കൗണ്ടൻ്റായിട്ട്, കേഷ്യറായിട്ടൊക്കെ പല തസ്തികകളിലും വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് ഭാഷയെയും കമ്പ്യൂട്ടറിന്റെ തുടക്കകാലത്ത് തന്നെ കമ്പ്യൂട്ടറിനെയും വരുതിയിലാക്കിയ ഓർമ്മകളുണ്ട് മുഹമ്മദ് അലിക്ക്. അന്ന് ഇവിടെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ അങ്ങനെ ഒന്നുമില്ല, സംവിധാനമൊന്നുമില്ല. അപ്പം അന്ന് ഇന്ത്യ ഇസ്ലാമിക് സെൻറ്ററിൽ 1977 അവർ ഒരു ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ ആ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് എന്നിട്ട് അന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഫീസ് അസിസ്റ്റൻ്റ് എന്നുള്ള ജോലിയിൽ നിന്ന് മാറ്റം വരണം, ഉയർന്നു വരണം എന്നുള്ള വല്ലാത്ത കലശലമായ മോഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ക്ലാസ്സിന് ചേർന്നത്. വളരെ കുറഞ്ഞ സാലറിയൊക്കെ ഉള്ള സമയത്ത് വളരെ പ്രയാസപ്പെട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരു 50 പൈസയുടെ ഗ്ലൂക്കോസിൽ ഒതുക്കിയിട്ടായിരുന്നു അതിന് ഫീസൊക്കെ കണ്ടെത്തിയിരുന്നത്. അങ്ങനെയാണ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. പിന്നെ ഗാലക്സി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ സ്ഥാപനം അബുദാബിയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു.
കമ്പ്യൂട്ടറിൻ്റെ തുടക്കകാലത്ത്. അപ്പോൾ അതിൽ ഞാൻ കമ്പ്യൂട്ടർ പഠനത്തിന് വേണ്ടി ജോയിൻ ചെയ്തു. പിന്നെ അടിക്കൽ കലാം എന്ന് പറഞ്ഞിട്ട് ഒരാൾ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തു. അയാളുടെ കീഴിൽ 2 വർഷത്തോളം ജനറൽ അക്കൗണ്ടൻസി ക്ലാസ് പഠനത്തിലായിരുന്നു. അങ്ങനെ ജോലിയോടൊപ്പം പഠനം തുടർന്ന കാരണമാണ് ഇങ്ങനെ ഉയർന്നു വരാൻ കഴിഞ്ഞത്. പ്രവാസത്തിൽ ആരോടാണ് കടപ്പാട് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് അലിയുടെ മറുപടി ഇങ്ങനെ: ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് എബവ് 60 ആയിട്ടും എന്നെ അവിടെ തുടരാൻ ഉദ്ദേശിച്ച ഞങ്ങളൊരു ഫൈനാൻസ് മാനേജറുണ്ട്, മിസ്റ്റർ വിനോദ് കുട്ടി എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തോട് എനിക്ക് അഗാധമായ കടപ്പാടുണ്ട്. അതേപോലെ തന്നെ എന്നെ കൈപ്പിടിച്ച് ഉയർത്തിയ ഒരുപാട് പേരുകളുണ്ട്. എൻ്റെ മക്കളെപ്പോലെ കാണുന്ന പറഞ്ഞാൽ CK കപ്പാടിയ സാറ്, പിന്നെ ഓഫീസ് ജോലികളൊക്കെ ഭംഗിയായും അടുക്കോടും ചിട്ടയോടും കൂടി പഠിപ്പിച്ച VT സണ്ണി സാറ്, അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോൾ കയ്യും മെയ്യും മറന്നിട്ട് സഹായിച്ച പ്രേമേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുകൾ ഉണ്ട്. 2 മക്കളെയും പഠിപ്പിച്ച് IT എഞ്ചിനീയർമാരാക്കാൻ കഴിഞ്ഞതാണ് പ്രവാസം നൽകിയ ഏറ്റവും വലിയ നേട്ടമെന്ന് വിശ്വസിക്കുന്നു ഇദ്ദേഹം. ജോലിയിൽ നിന്ന് വിരമിച്ചാലും അല്പകാലം മക്കൾക്കും ഭാര്യയ്ക്കുമൊപ്പം ദുബൈയിലുണ്ടാകും. ചെറിയ ഇടവേളയ്ക്ക് ശേഷമാകും നാട്ടിലേക്ക് മടങ്ങുക. യാസിർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. ബഹ്റൈനിൽ തണുപ്പ് കൂടുമെന്നും രാത്രികാലങ്ങളിൽ താപനില 11 മുതൽ 13 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാൻ സാധ്യതയുള്ളതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ കാറ്റ് അതിശക്തമാകാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ റിപ്പോർട്ടിൽ പറയുന്നു. വടക്ക് പടിഞ്ഞാറൻ കാറ്റ് തുടരുന്നതോടെ താപനില ക്രമേണ കുറയും. ഇത് ചിലയിടങ്ങളിൽ പൊടിക്കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകുന്നതിനും തിരമാലകൾ ഉയരുന്നതിനും കാരണമായേക്കാമെന്നും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ഷാർജയിൽ നടക്കുന്ന അക്ക പ്രൊഫഷണൽ ലീഗ് ക്രിക്കറ്റ് മത്സരത്തിന്റെ ആദ്യ ദിനം CHMM വർക്കല, നങ്ങ്യാർ കുളങ്ങര, TKMM കോളേജ്, കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്, കുസാറ്റ് എന്നീ അലൂമിനി ടീമുകൾ ജേതാക്കളായി. തൃശൂർ സെന്റ് അലോഷ്യസ് കോളേജിനെ 36 റൺസിന് തോൽപ്പിച്ചാണ് CHMM വർക്കലയുടെ വിജയം. TKMM ASKയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. SBCയെ 57 റൺസിന് പരാജയപ്പെടുത്തിയാണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിന്റെ വിജയം. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിനെ 30 റൺസിനാണ് കുസാറ്റ് പരാജയപ്പെടുത്തിയത്. ഖത്തർ ലുബസൈറിലെ അൽ മസായനിൽ ഒട്ടകമേളയ്ക്ക് തുടക്കമായി. GCC രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്ന മേള ഫെബ്രുവരി 10 വരെ നീണ്ടു നിൽക്കും. 3 വിഭാഗങ്ങളിലായി 119 റൗണ്ടുകളിൽ മത്സരം നടക്കും. വാഹനങ്ങളും ക്യാഷ് പ്രൈസുമാണ് സമ്മാനങ്ങൾ. ലോകത്തെ ഏറ്റവും ഉയർന്ന സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഗൾഫ് മേഖലയിൽ 1ാം സ്ഥാനം നേടി ബഹ്റൈൻ. അറബ് ലോകത്ത് 2ാം സ്ഥാനവും ബഹ്റൈൻ കരസ്ഥമാക്കി. ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ വേൾഡ് ഇക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിലാണ് ഉയർന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം മാനദണ്ഡമാക്കിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ബഹ്റൈൻ മികച്ച നേട്ടം സ്വന്തമാക്കിയത്. ലോകത്തെ 165 രാജ്യങ്ങളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ സൂചികയിൽ ബിസിനസ് നിയന്ത്രണങ്ങൾ എന്ന വിഭാഗത്തിൽ അറബ് ലോകത്ത് 1ാമതെത്താനും ബഹ്റൈന് സാധിച്ചു. ബിസിനസ് നിയന്ത്രണങ്ങൾ, സുശക്തമായ സാമ്പത്തിക നയങ്ങൾ, അന്താരാഷ്ട്ര വ്യാപാര സ്വാതന്ത്ര്യം, ഗവൺമെന്റ് ഘടന, നിയമവ്യവസ്ഥ എന്നിവയുൾപ്പെടെ 5 പ്രധാന മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ട് രാജ്യങ്ങളെ വിലയിരുത്തിയത്. ലോകബാങ്ക് പുതുതായി അവതരിപ്പിച്ച ബിസിനസ് റെഡി റിപ്പോർട്ടിലും ബഹ്റൈൻ സ്ഥാനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ കരുത്തുറ്റ സാമ്പത്തിക ധനകാര്യ ചട്ടക്കൂടുകളുടെയും ദീർഘവീക്ഷണങ്ങളുള്ള നയങ്ങളുടെയും പ്രതിഫലനമാണ് ഈ നേട്ടമെന്ന് ബഹ്റൈൻ ധനകാര്യ ദേശീയ സാമ്പത്തിക മന്ത്രാലയം വ്യക്തമാക്കി. മീഡിയ 1, ബഹ്റൈൻ. ഖത്തറിലെയും UAEയിലെയും പ്രമുഖ ക്ലബ്ബുകൾ ഏറ്റുമുട്ടുന്ന ഖത്തർ UAE സൂപ്പർ കപ്പ് ജനുവരി 22 മുതൽ 25 വരെ. ടൂർണമെന്റിന്റെ ടിക്കറ്റുകൾ സംഘാടകർ പുറത്തിറക്കി. 8 ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുന്നത്. ദോഹയിലും അബുദാബിയിലുമാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. ഒമാന്റെ വിവിധ ഗവർണറേറ്റുകളിൽ ഈ വർഷം 200 പുതിയ EV ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കുമെന്ന് ഗതാഗത മന്ത്രി സയ്യിദ് ബിൻ ഹമൂദ് അൽ മവാലി. ഇതോടെ വാഹന ഉടമകൾക്ക് യാത്രകൾ കൂടുതൽ സുഗമമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം അവസാനത്തോടെ 160 ഇലക്ട്രിക് വാഹന ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിച്ചിരുന്നു. പരിസ്ഥിതി സൗഹൃദ ഗതാഗത സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ EV ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ വിപുലീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്.